എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. എല്ലാവർക്കും മൂലം നക്ഷത്രക്കാർക്ക് മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് നക്ഷത്രഫലം ചെയ്തിരിക്കുന്ന പാക്കെന്ന്, അതുകൊണ്ട് ഇനി Five of Cups, Chariot, Page of Cups, Two of Pentacles, Six of Swords, Five of Pentacles. Five of Cups and Six of Swords energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ സാഹചര്യം, അതായത് നടന്നു പോയ കാര്യങ്ങൾ ഭൂതകാലത്തിൽ, അതായത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയമായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ. പക്ഷെ അത് നിങ്ങളുടെ കൈകളിലാണ്. എങ്ങനെയാണ് കഴിഞ്ഞ കാലത്തിൽ തന്നെ നിൽക്കണോ മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളത്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് ജീവിതം വീണ്ടെടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പക്ഷെ നിങ്ങളത്, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിഞ്ഞുപോയ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ട് അപ്പോഴുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ജോലി ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയമാണ്. ഒരു പുനർചിന്തനം നടത്തുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതൊരു പുനർചിന്തനം നടത്തി നമ്മൾ ഭാവിയിലേക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഇനി അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഭാവി എന്തൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തി ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫിലേക്കാണ് നിങ്ങൾ പോവുക. അതല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ തന്നെ നിങ്ങൾ മുഴുകിപ്പോവാൻ, അല്ലെങ്കിൽ അതായത് ഇതിൽ പെട്ടുപോവാൻ, ഭൂതകാലത്തിൽ അകപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഭൂതകാലത്തിൽ തങ്ങി നിൽക്കാതെ ഈ ഒരു ചിന്തകൾ കഴിഞ്ഞ കാലത്തിൽ പറ്റിയ തെറ്റുകുറ്റങ്ങൾ ഈ മുന്നോട്ടേക്ക് വരുത്താതിരിക്കാനും ഏതൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ അങ്ങനെ അത് പ്രയോജനപ്പെടുത്തിയാൽ മുന്നേറ്റമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് നിങ്ങളുടെ ചിന്താഗതിയിൽ ടോട്ടലി ഒരു മാറ്റം ഉണ്ടാവാം. അപ്പോൾ ചില ആളുകൾ നാട്ടിൽ നിൽക്കുന്നവരാണ്, ഇപ്പോൾ വിദേശത്തേക്ക് പോകാനോ വിദേശ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ചേക്കേറി പാർക്കാനോ ഒക്കെ ഉള്ള ചിന്തകളെ, അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ നിൽക്കണം, വിദേശത്ത് താമസിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരാളായിരുന്നിരിക്കാം. അങ്ങനെ ഒരു കാലഘട്ടം വരെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഇപ്പോൾ മാറ്റം വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പാസ്പോർട്ട് പോലും എടുക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടിയും പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ആകാം, സാധ്യത കാണുന്നു എന്നുള്ളത്. ഇനി ചില ആളുകളെ സംബന്ധിച്ച് തിരിച്ചുമാവാം. കാരണം മാറ്റങ്ങളുടെ സമയമായതുകൊണ്ട് വിദേശത്ത് ഒരുവിധം സെറ്റിലായിട്ടുള്ള ഒരാളാണ് എങ്കിൽ പോലും ആ ഒരു കാര്യമാണ് നിങ്ങൾ എന്നും ആഗ്രഹിച്ചിരുന്നതെങ്കിൽ പോലും നാട്ടിൽ തിരിച്ചു വന്നിട്ട് നാട്ടിലേക്ക് സെറ്റിലാവുന്ന രീതിയിലേക്കും ആവാം ഇത്. അതായത് ടോട്ടലി നിങ്ങളുടെ ചിന്തകൾ മൊത്തത്തിലൊരു മാറ്റം വരുത്തുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചാരിയറ്റ് ആൻഡ് ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ലൊരു അടിത്തറ സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു മാസം. അങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വലിയ സാമ്പത്തിക നേട്ടവും അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, മറിച്ച് ആ ഒരു അടിത്തറ സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിലേക്ക് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ജോലി ഉണ്ടെങ്കിൽ കൂടിയും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക്
ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സോ ചെറിയ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൽ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് അനിവാര്യമാണെന്ന് തോന്നുകയും നിങ്ങൾ ചെറിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ സൈഡായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നു. ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭ്യമാകുന്നുണ്ട്. ഇനി ചില ആളുകൾ, നിങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിരിക്കാം, ഒരു എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾ വളരെ നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ള വ്യക്തിയായിരുന്നിട്ടും നിങ്ങൾക്ക് തക്കതായിട്ടുള്ളൊരു നിങ്ങളുടെ അതായത് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിന്നൊരു മാറ്റം, വലിയ രീതിയിൽ മാറ്റം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള ഒരു ജോലി ആദ്യമായിട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ ഇതുവരെ നല്ലൊരു ജോലി എന്നുള്ള രീതിയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലി കിട്ടാത്തവർക്ക് അത് ലഭിക്കുന്നതാവാം. ഇനി സർക്കാർ ജോലിയാണ് ഉദ്ദേശമെങ്കിൽ അത് ലഭിക്കുന്നതുമാവാം. കാരണം ഈ ഒരു മാസം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ചാരിറ്റി എനർജി സിറ്റുവേഷനാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ രീതിയിൽ പ്രത്യക്ഷത്തിൽ മാറ്റങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും പല വഴികളിലൂടെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. അത് സാധ്യമാകുന്ന ഒരു മുഹൂർത്തം, ഒരു നിമിഷം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വാഹനം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി തരുന്നൊരു സമയമായിരിക്കും ഈ ഒരു സമയം. വാഹനം വാങ്ങിക്കാനുള്ള ലോണ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് അതിനുള്ള ലോൺ കിട്ടുക, അതേപോലെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായിട്ടും പെട്ടെന്ന് ഈ ഒരു മാസത്തിൽ വാഹനം നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു സിറ്റുവേഷനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ട്, വിദേശവാസ യോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ വിദേശവാസം എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ വിദേശത്തൊരു യാത്രയ്ക്ക്, മക്കളെ കാണാനോ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് മറ്റും ബന്ധുമിത്രാദികൾ അങ്ങനെയുള്ള പല രീതിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതാവാം. അതേപോലെ ചില ആളുകൾക്ക് ഫ്ലൈറ്റ് ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുക എന്നുള്ളൊരു ഒരു സാഹചര്യം ചില ആളുകൾക്ക് നിറവേറുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. ചാരിയറ്റ് ആൻഡ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരസ്ഥാനം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അധികാരസ്ഥാനം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതോ മറ്റുമൊക്കെ മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു പക്ഷം നിങ്ങളായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന കാര്യം ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതകളുള്ളൊരു മാസമാണ്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. സോളോ ട്രിപ്പ് ചില ആളുകൾക്ക്, ഒറ്റയ്ക്കുള്ള യാത്ര, അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾ എന്തിനും ഏതിനും ഫാമിലിയായിട്ട് ഒരുമിച്ച് പോയി ശീലിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സ്വന്തം അതായത് സ്വയം തീരുമാനമെടുത്ത് സ്വന്തം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്ന് പറയാം. ഫ്രീഡം, അതായത് ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. എന്തിനും ഏതിനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടെ ഉള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷനാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊതുവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു. എന്നിരുന്നാൽ പോലും ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ട്. ഇന്ന കോഴ്സ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സിറ്റുവേഷൻസ് ഒരു എന്താണ് അതിൽ പ്രശ്നങ്ങൾ വരുന്നത്, എവിടെ മാറ്റങ്ങൾ വരുത്തും ജീവിതത്തിൽ എന്നുള്ള ഒരു ചിന്ത ലൈഫിൽ
അതായത് ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ കൂടിയും എടുത്ത കോഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചൊരു ചെറിയ രീതിയിലൊരു കൺഫ്യൂഷനുള്ള മാസമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.